ഹലോ ഗൈസ്, സുഖമാണോ? അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പെൻസിൽസിനെയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നേരെ ക്ലാസ്സിൽ കയറി. ഇപ്പം നമുക്കാകെ പാടെ 3 പേരേ ഉള്ളൂ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അസംബ്ലി കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിള്ളേർ വരുന്നവരെ ഞങ്ങളങ്ങ് വെയിറ്റ് ചെയ്തു. കുറച്ച് മ്യൂസിക്കൊക്കെ ഇട്ട് പിള്ളേരെ ഒന്ന് ആക്റ്റീവ് ആയിക്കോട്ടെ എന്ന് ഓർത്തു. പിള്ളേർ മാത്രം ആക്റ്റീവായിട്ട് കാര്യമില്ലല്ലോ, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ആക്റ്റീവ് ആവട്ടെ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ സ്ഥിരം കളിക്കുന്ന ഒരു സൂംബ ഡാൻസ് അങ്ങ് കളിച്ചു. യൂട്യൂബിലൊന്ന് നോക്കിയപ്പോൾ ഒരു സിമ്പിൾ വാമപ്പ് വീഡിയോ കണ്ടു, സോ അതും ട്രൈ ചെയ്തു. അങ്ങനെ രാവിലെ തന്നെ തുള്ളിച്ചാടിയത് കൊണ്ട് അങ്ങ് ക്ഷീണിച്ചു. അടുത്ത് നമുക്ക് അസംബ്ലി ഉണ്ട്, പിന്നെ ഫുഡ് കഴിക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ക്ലാസ്സിലോട്ടേക്ക് പോയി. ഇന്നത്തെ സന്തോഷ വാർത്ത, എൻ്റെ കയ്യിൽ ഒരു ആക്ടിവിറ്റിയും ഇല്ല ചെയ്യാൻ. രാവിലെ തൊട്ട് ഓരോ പണിയിലായതുകൊണ്ട് ഇതെന്ത് പഠിപ്പിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലാതായിപ്പോയി. പിന്നെ ക്ലാസ് റൂം ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് പ്രിന്റ് കിട്ടും, ഇന്നത്തേക്കുള്ളതായി. അങ്ങനെ അരമണിക്കൂർ ഒരു ക്ലാസ്സും എടുത്തു. രാവിലെ നമ്മൾ തൂക്കിയിട്ട പെൻസിൽസ് കുറച്ചും കൂടെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ചാർട്ടും എടുത്ത് അടുത്ത ക്ലാസ്സിലോട്ട് പോയി. എനിക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടതില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് പേപ്പേഴ്സും കളേഴ്സും ഒക്കെ കൊടുത്തു. അവരടങ്ങിയിരുന്ന് വരയ്ക്കുന്ന സമയത്ത് ഞാൻ ആ പെൻസിൽ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. ഞാനിത് എപ്പോൾ ഉണ്ടാക്കിയാലും ഇത് നല്ല രീതിയിൽ തന്നെ പാളി പോവുകയാണ് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യവും അതിനൊരു മാറ്റവും ഉണ്ടായില്ല. പിന്നെ കളറടിക്കേണ്ടിടത്തെല്ലാം കളറടിച്ചു, വെട്ടിയൊട്ടിക്കാനുള്ളതെല്ലാം വെട്ടിയൊട്ടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു മോൻ വന്നിട്ട് അവൻ വരച്ച പടമെല്ലാം ഞാൻ കാണിച്ചത് മാത്രം പോരാഞ്ഞിട്ട് അവനത് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും തുടങ്ങി. എന്താ അവൻ പറഞ്ഞത് എനിക്ക് തീരെ മനസ്സിലായില്ലെങ്കിലും ചിരിച്ച് തലയാട്ടി ഓവർ എക്സ്പ്രഷൻ ഇട്ട് വലിയൊരു കലാകാരനാകൂന്ന് പറഞ്ഞു ഒരു സ്റ്റാർ ഇട്ടു. ഞാൻ പറഞ്ഞത് എന്നതാന്ന് പോലും മനസ്സിലാകാതെ അവനും ചിരിച്ച് തലയാട്ടി പോയിരുന്നു. അടുത്തത് നമുക്ക് ഖുറാൻ ആയിരുന്നു. ഖുറാൻ കഴിഞ്ഞ് നേരെ താഴെ സിനിമയ്ക്ക് പോയി. കൂടെ കപ്പ് കേക്കും ഉണ്ടായിരുന്നു. സിനിമ എല്ലാം വെച്ച് കൊടുത്തു. ഞാൻ ഈ കപ്പ് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് പൊട്ടിച്ചതേ ഉള്ളൂ. അവനോട് റിസപ്ഷനിൽ പോയിരിക്കാൻ പറഞ്ഞു. അവിടെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ആ പോപ്കോൺ കൊണ്ട് വന്നത്. അങ്ങനെ പോപ്കോൺ ഒക്കെ നമ്മൾ ഒരു ട്രെയിൽ സെറ്റാക്കി വെച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പോവാണ്. ബാക്കി വന്നത് ഞങ്ങളും ഇടും. അങ്ങനെ പോപ്കോൺ തിന്ന് സിനിമയും കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഗൈസ്, ഇന്നിന് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ കാണാം. ബൈ.